മലപ്പുറം കാട്ടുങ്ങലിലെ സ്വർണ്ണ കവർച്ച നാടകം പൊളിച്ച് പോലീസ്. ആക്രമിക്കപ്പെട്ട യുവാവ് ആസൂത്രണം ചെയ്തതായിരുന്നു മോഷണ നാടകമെന്ന് പോലീസ് പറഞ്ഞു. ജ്വല്ലറി ജീവനക്കാരനായ തിരൂർക്കാട് കടവത്തുപറമ്പ് ശിവേഷ്, സഹോദരൻ ബെൻസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഷ്ടപ്പെട്ട സ്വർണം ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഇന്നലെയാണ് സ്വർണ്ണാഭരണ വിൽപ്പനക്കാരിൽ നിന്ന് രണ്ടംഗ സംഘം സ്വർണം തട്ടിയെടുത്തത്. ശിവേഷാണ് കവർച്ചയുടെ മുഖ്യ സൂത്രധാരനെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടും 3 പ്രതികളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതായത് ഒന്നാമത്തേത് ഇതിൻ്റെ കാരിയറായിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പോയിന്റിൽ ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. സ്വർണം കൊണ്ടുവരുന്ന ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ. പിന്നെ അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള 2 പേരും കൂടിയുണ്ട്. ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. മുബഷീർ P. അക്ബർ ചേരും വിശദാംശങ്ങളുമായി. മുബഷീർ, എന്താണ് ഈ പ്രതികൾ ലക്ഷ്യമിട്ടത്? ശിവേഷ് ഒരു സ്ഥിരം കുറ്റവാളിയാണല്ലേ? അതുപോലെ തന്നെ MDMA കേസിൽ ഉൾപ്പെട്ട 4ഓളം കേസുകളിലെ പ്രതിയാണ് ശിവേഷ് എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് അറിയിക്കുന്നത്. വിനീത വേണു അത്തരത്തിൽ ഒരു പശ്ചാത്തലമുള്ള വ്യക്തിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മലപ്പുറത്തെ ഒരു ജ്വല്ലറിയിൽ പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ജ്വല്ലറിയിൽ നിന്നും ആഭ്യന്തര വിപണിയിൽ ഏകദേശം 1/2 കോടിയോളം രൂപ മൂല്യം വരുന്ന സ്വർണവുമായി മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ശിവേഷ് തൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ബെൻസുവിനെ ഈ ഒരു വിവരം അറിയിക്കുകയായിരുന്നു. ബെൻസു, ശിവേഷും മറ്റൊരു വ്യക്തിയും, ജ്വല്ലറിയിലെ ജീവനക്കാരനായുള്ള മറ്റൊരു വ്യക്തിയും ഈ ഒരു സ്വർണവുമായി ആ വഴി പോകുന്നതിനിടയിൽ ഒഴിഞ്ഞ മേഖലയിലെത്തുന്ന സമയത്ത് ഇവരെ ആക്രമിച്ചുകൊണ്ട് സ്വർണം കടന്നു കളയണം എന്നുള്ളതായിരുന്നു ശിവേഷ് ബെൻസുവിന് നൽകിയിരുന്ന നിർദ്ദേശം. അതുപ്രകാരം ബെൻസുവും മറ്റൊരു വ്യക്തിയും അതിന് പിന്നാലെ ബൈക്കിലെത്തിക്കൊണ്ട് ഇവരെ മർദ്ദിച്ച് അവശരാക്കി ആക്രമിച്ചുകൊണ്ട് ഇവരുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം കൈക്കലാക്കി അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വിശദമായി ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പോലീസിന് ദുരൂഹത തോന്നിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ബെൻസുവിലേക്ക് അന്വേഷണം എത്തിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ വെച്ചാണ് ബെൻസുവിനെ പിടികൂടുന്നത്. പെരിന്തൽമണ്ണയിലെ ശിവേഷിന്റെ വീട്ടിൽ നിന്നും ഇവർ കവർച്ച ചെയ്ത സ്വർണവും പോലീസ് പൂർണ്ണമായും കണ്ടെടുത്തിട്ടുണ്ട്. ആസൂത്രിതമായ നീക്കം പോലീസിന്റെ അതിവിദഗ്ധമായ നീക്കത്തിലൂടെ പൊളിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കൊന്നും തന്നെ ബന്ധമില്ല എന്നുള്ളതാണ് പോലീസ് ഇതോടൊപ്പം തന്നെ അറിയിക്കുന്നത്. ഈ കവർച്ച ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാഹനം ഉൾപ്പെടെ പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്തായാലും ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ, സംഭവം ഉണ്ടായതിന് പിന്നാലെ നേരത്തെ രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് സംഭവവുമായി ബന്ധപ്പെട്ട സംഘങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അതുകൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ പ്രതികരണത്തിലൂടെ പുറത്തായിരിക്കുന്നത്. വിനീത, ശരി, മുബഷീറാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിവിദഗ്ധമായി തന്നെയാണ് പോലീസ് ഈ കവർച്ച നാടകം പൊളിച്ചത് എന്നാണ് SP പറഞ്ഞത് നേരത്തെ.